ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. കൂട്ടുകാർക്ക് ഈ ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ യൂണിറ്റ് 5 എന്താണ്? ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റ് കുറച്ച് വലുതായത് കാരണം 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ? യൂണിറ്റ് 5 ഫുഡ് ആൻഡ് ഹെൽത്ത്. ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണവും ആരോഗ്യവും. അപ്പോൾ കൂട്ടുകാർ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഇവിടെ എന്താണ്? അച്ഛനും അമ്മയും അതേപോലെ അവരുടെ മക്കളും പിന്നെ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. വാവ്, മൈ ബ്രദർ പ്രിപ്പയർസ് ഡെലീഷ്യസ് വെജിറ്റബിൾ സാലഡ്. അപ്പം ഈ കുട്ടി പറയാണ് എൻ്റെ ചേട്ടൻ നന്നായിട്ട് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുമെന്ന്. ഓക്കെ, അപ്പം ഈ കുട്ടി വെജിറ്റബിൾ സാലഡ് എടുത്തുകൊണ്ട് എല്ലാവർക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം ഇവിടെ നമുക്ക് എഴുതിയത് നോക്കാം. ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സാലഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും വെജിറ്റബിൾ സാലഡ് കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷസ്? കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കാൻ അറിയോ? നിങ്ങൾ ഇതുവരെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വാട്ട് ഓൾ ഡിഷസ് ഹാവ് യു പ്രിപ്പയർഡ്? നിങ്ങൾ ഇതിനു മുന്നേ ഏതൊക്കെ ഡിഷസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടർന്ന് നോക്കാം. ഡിഷസ്. വിച്ച് ആർ ദ ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? നിങ്ങൾ സാധാരണയായിട്ട് കഴിച്ചു വരുന്ന ഡിഷസ് ഏതൊക്കെയാണെന്നാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഇവിടെ സാധാരണ കൂട്ടുകാർ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ള ഡിഷസ് എഴുതാം. ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ഡിഷസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ബോയിൽഡ് എഗ്സ്, ഓക്കെ, ആവി കയറ്റി അല്ലെങ്കിൽ തിളപ്പിച്ച പുഴുങ്ങിയ മുട്ട. ഓക്കെ, പിന്നെ ഇഡ്ലി എന്ന് പറയുന്നത് ഇത് ഇഡ്ലി, ദോശ, ഓക്കെ, ചപ്പാത്തി, ബ്രെഡ് ആൻഡ് ജാം, ടീ, മിൽക്ക്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നതാണ്. കൂട്ടുകാർ ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് സാധാരണ കഴിക്കുവാണെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൗ അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കൂട്ടുകാരും ഇതേപോലത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭക്ഷണങ്ങളാണോ കഴിക്കുന്നതെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്? കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം ഇവിടെ കുറച്ച് ഡിഷസ് കൊടുത്തിട്ടുണ്ട്. ആ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ബോയിൽഡ് റൈസ്. ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? അരി വേണം അല്ലേ? അരി വേണം, അതേപോലെ വെള്ളം വേണം. പിന്നെ എന്താണ്? ചപ്പാത്തി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നമുക്ക്? ചപ്പാത്തി ഉണ്ടാക്കാൻ ഗോതമ്പ് മാവ് വേണം. ഓക്കെ, വീറ്റിന്റെ മാവ് വേണം, ഗോതമ്പ്, പിന്നെ വെള്ളം വേണം, ഉപ്പ് വേണം. ഓക്കെ, പിന്നെ സാമ്പാർ കറിയാണ്. അത് കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് സാമ്പാർ. അപ്പം നമുക്ക് കിട്ടാവുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക. അപ്പം നമുക്ക് നോക്കാം. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക, ടൊമാറ്റോ, എന്താണ്? തക്കാളി, ദാൾ എന്ന് പറഞ്ഞാൽ എന്താ? പരിപ്പ്. പിന്നെ നമുക്ക് അതിൽ ആവശ്യമായ വെള്ളം, ഉപ്പ്, പിന്നെ മസാല പൊടികളൊക്കെ വേണം. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ എഗ്ഗ് കറി, മുട്ടക്കറി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? മുട്ട വേണം, ഒനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളി വേണം, ടൊമാറ്റോ, തക്കാളി വേണം, ജിഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇഞ്ചി, ഗാർലിക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി. ഓക്കെ, പിന്നെ ദോശ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? റൈസ് ബാറ്റർ വേണം. പച്ചരി, ഉഴുന്ന്, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അരി അരച്ചു വെക്കണം. എന്നിട്ട് ഒരു ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം റൈസ് ബാറ്റർ. ഓക്കെ, ദാൽ കറി എന്ന് പറയുന്നത് എന്താണ്? പരിപ്പ് കറിയാണ്. അതിന് നമുക്ക് എന്തൊക്കെ വേണം? പരിപ്പ് വേണം, ഉരുളക്കിഴങ്ങ്. ചിലവർ ഉരുളക്കിഴങ്ങിടും, ചിലർ ഉരുളക്കിഴങ്ങ് ഇടാതെ വെക്കും. ഓക്കെ, ഉരുളക്കിഴങ്ങ്, ഒനിയൻ, ഉള്ളി, കറി ലീവ്സ്, കറിവേപ്പില. ഓക്കെ, പിന്നെ ചട്നി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? തേങ്ങ ചട്നി,
കോക്കനട്ട് വേണം, ഓയിൽ വേണം, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, തേങ്ങ, വെളിച്ചെണ്ണ, അതേപോലെ പച്ചമുളക്, കറി ലീവ്സ്, പിന്നെ കടുക് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം ചിക്കൻ കറി. ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് വേണ്ടത് കൂട്ടുകാരെ? ചിക്കൻ വേണം, അതിൻ്റെ കൂടെ ഒനിയൻ, സവാള, ടൊമാറ്റോ, തക്കാളി, ജിഞ്ചർ ഗാർലിക്, ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കരിവേപ്പില. ഓക്കെ, പിന്നെ പൊട്ടറ്റോ ബാജി. പൊട്ടറ്റോ ബാജി സാധാരണ നമ്മൾ എന്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്? ദോശ, പൂരി, അതിൻ്റെ കൂടെയൊക്കെയാണ് പൊട്ടറ്റോ ബാജി കഴിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വേണം? പൊട്ടറ്റോസ് വേണം. പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, ഒനിയൻ, സവാള, ഗ്രീൻ ചില്ലി, പച്ചമുളക്, കറി ലീവ്സ്. ഓക്കെ, പിന്നെ ഫ്രൈഡ് റൈസ്. കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമുള്ളൊരു റൈസാണ് ഫ്രൈഡ് റൈസ്. അതിന് നമുക്ക് എന്തൊക്കെ സാധനം വേണം നോക്കിയാലോ? റൈസ് വേണം. ഓക്കെ, ബാസ്മതി റൈസ്, അതേപോലത്തെ വെറൈറ്റീസ് ഓഫ് റൈസ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പം അതിലേതെങ്കിലും ഒരു റൈസ് സെലക്ട് ചെയ്യുക. പിന്നെ വെള്ളം വേണം, പിന്നെ വെജിറ്റബിൾസ്. അതിൽ നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഇടുക? സ്പ്രിംഗ് ഓനിയൻ ഇടും, പിന്നെ നമ്മൾ ചില സമയത്ത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതിടും, പിന്നെ പച്ചപ്പട്ടാണി, ഗ്രീൻ പീസ് ഇടും. ഓക്കെ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് വേണം. പിന്നെ എഗ്ഗ്, സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ചിക്കിയ എഗ്ഗ് ഇടും. പിന്നെ ജിഞ്ചർ ഗാർലിക്, പിന്നെ സവാള, ഒനിയൻ. ഓക്കെ, പിന്നെ എന്താണ്? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? അതിനും നമുക്ക് റൈസ് വേണം. അതിനും നമുക്ക് ബിരിയാണി റൈസ് കിട്ടും, അല്ലെങ്കിൽ ജീരക സംബാർ റൈസ് കിട്ടും. റൈസ് വേണം, വെള്ളം വേണം, വെജിറ്റബിൾസ് നമ്മൾ എന്തൊക്കെ ക്യാരറ്റ് ഇടും, അതേപോലെ ഗ്രീൻ പീസ് ഇടും. ഓക്കെ, വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് അതിടാം. ഒനിയൻ, സവാള, ജിഞ്ചർ ഇഞ്ചി, ഗാർലിക് വെളുത്തുള്ളി. ആൻഡ് ചിക്കൻ ബിരിയാണിക്ക് എന്താണ് മുഖ്യം? ചിക്കൻ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഓരോ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആ വേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. Are all the food items that you have written on the table of the same type? നമ്മൾ ആ ടേപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടേബിളിൽ എഴുതിയ എല്ലാ ഫുഡ് ഐറ്റംസും ഒരേപോലെയാണോ ഉള്ളത്? അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളത്. വിച്ച് എമംഗ് ദം ആർ ദ സെയിം ടൈപ്പ്? അതിൽ സെയിം ടൈപ്പായിട്ട് കുറച്ചെങ്കിലും വരുന്നത് ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയാണ്. ഏകദേശം ഒരേപോലെ വരുന്നത്. ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ ഉണ്ടാവും, ഫ്രൈഡ് റൈസിൽ എന്താണ്? ചിക്കൻ ഇല്ല. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ എന്താണ്? അതിൽ ചിക്കൻ ഉണ്ടാവും. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ്സ് ക്ലാസിഫൈ. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ലെറ്റ്സ് ക്ലാസിഫൈ. ലുക്ക് അറ്റ് ദ നെയിം ആൻഡ് പിക്ചർ ഓഫ് ദ ഫുഡ് ഐറ്റംസ്. ആദ്യം നമ്മൾ ഓരോ നെയിംസും അതിൻ്റെ ഫുഡ് ഐറ്റംസിൻ്റെ പിക്ചേഴ്സ് നോക്കാനാണ് നമ്മളോട് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. കൗ പീസ്. ഓക്കെ, ഇതാണ് കൗ പീസ് എന്ന് പറയുന്നത്. വമ്പയർ. ക്യാബേജ്, ദിസ് ഇസ് ക്യാബേജ്. ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചക്ക. വീറ്റ്, ഗോതമ്പ്, ചപ്പാത്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് വീറ്റ്. കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളക്കേഷ്യ, ഇറ്റ്സ് കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേമ്പ് കറിയെല്ലാം വെക്കില്ലേ, അത്. പിന്നെ ബംഗാൾ ഗ്രാം, കടലക്കറിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്നത്, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി, ബംഗാൾ ഗ്രാം. ഗ്രീൻ ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ചെറുപയർ നമ്മൾ കറിയായിട്ട് യൂസ് ചെയ്യും. മിൽക്ക്, പാല്. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ എന്താ? വെണ്ടയ്ക്ക. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചിക്കൻ മീറ്റ്. ഓക്കെ, ചിക്കൻ്റെ ഇറച്ചിയാണ്. മാംഗോ എന്ന് പറഞ്ഞാൽ മാങ്ങ. ഫിഷ്, മീന്. റൈസ്, നമ്മുടെ അരി. യാം എന്ന് പറയുന്നത് എന്താ? ചേന, മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്നതാണ് ചേന, യാം. പിന്നെ ടപ്പിയോക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പ. ഓക്കെ, അപ്പം ഇവിടെയുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് കൂട്ടുകാരെ പരിചയപ്പെട്ടല്ലോ. അപ്പം നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കൗ പീസ്, ക്യാബേജ്, ജാക്ക് ഫ്രൂട്ട്, വീറ്റ്, കൊളക്കേഷ്യ, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, മിൽക്ക്, ലേഡീസ് ഫിംഗർ, മീറ്റ്, മാംഗോ, ഫിഷ്, റൈസ്, യാം ആൻഡ് ടാപ്പിയോക്ക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ഫുഡ് ബാസ്ക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പേഴ്സ് ഗിവൻ. അപ്പോൾ ഇവിടെ ഓരോരോ ബാസ്ക്കറ്റിന് ഓരോരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഓരോരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാസ്ക്കറ്റ് നമ്പർ 1, ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1 ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ബാസ്ക്കറ്റ് നമ്പർ 1-ലിടാം. അപ്പം നമുക്ക് ഈ റോയിൽ നോക്കുമ്പോൾ 1 ഇവിടെയുണ്ട്, പിന്നെ 1 ഇവിടെയുണ്ട്. ഓക്കെ, ഇത് രണ്ടുമേ 1 ഉള്ളൂ, ഇവിടെ ഒന്നും 1 ഇല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ക്യാബേജ് ആൻഡ് ലേഡീസ് ഫിംഗർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ബാസ്ക്കറ്റ് നമ്പർ 1-ൽ വരുന്നത്. ബാസ്ക്കറ്റ് നമ്പർ 2 ഏതൊക്കെയാന്ന് നോക്കിയാലോ. ഇവിടെ 2-ൽ വരുന്നത് ജാക്ക് ഫ്രൂട്ട് വരുന്നുണ്ട്,
പിന്നെ ഇവിടെ 2ൽ വരുന്നത് മാംഗോ വരുന്നുണ്ട്, വേറെ ഒന്നും വരുന്നില്ല. അപ്പൊ ബാസ്കറ്റ് 2ൽ ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ട് ആൻഡ് മാംഗോ. ഇനി ബാസ്കറ്റ് നമ്പർ 3, ബാസ്കറ്റ് നമ്പർ 3ൽ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ ലൈനിൽ 3 ഒന്നുമില്ല, ഇതിലില്ല. ഇതിലെന്താണ്? മിൽക്ക് ഉണ്ട്, മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്. ഓക്കെ, 3 സാധനം ഉണ്ട്: മിൽക്ക്, മീറ്റ്, ഫിഷ്. ഓക്കെ, ബാസ്കറ്റ് നമ്പർ 3. ഇനി ബാസ്കറ്റ് നമ്പർ 4ൽ ഏതൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം. ഇതാ കൊളക്കേഷ്യ, പിന്നെ അടുത്തത് 4 വരുന്നത് ഏതാണ്? യാം ആൻഡ് ടാപ്പിയോക്ക. ഓക്കെ, കൊളക്കേഷ്യ, യാം ആൻഡ് ടാപ്പിയോക്ക. ഇനി ബാസ്കറ്റ് നമ്പർ 5ൽ ഏതൊക്കെയാന്ന് നോക്കാം. ഇതാ കൗപീസ്, പിന്നെ ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം. അത്രേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെയാണ്? കൗപീസ്, ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ബാസ്കറ്റ് നമ്പർ 6ൽ എന്തൊക്കെയാന്ന് നോക്കാം. 6ൽ വരുന്നത് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6ൽ വരുന്നത് റൈസ്. അപ്പൊ റൈസ് ആൻഡ് വീറ്റ് ആണ് ഏത് ബാസ്കറ്റിൽ വരുന്നത്? 6ൽ വരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു, ഇത് ഫെമിലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്തത് നോക്കിയാലോ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ബാസ്കറ്റ്? ഫസ്റ്റ് ബാസ്കറ്റിൽ എന്തായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ക്യാബേജ് ആൻഡ് ലേഡീസ് ഫിംഗർ. ക്യാബേജും വെണ്ടയ്ക്കുമാണ് ഉണ്ടായിരുന്നത്. വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ്? ഈ ക്യാബേജും വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? വെജിറ്റബിൾസിൽ പെടുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിയാലോ. ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് സൺ. അപ്പൊ ഇവിടെ ഒരു സൺ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഓരോ രശ്മികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ രശ്മികളിലും ഓരോരോ വെജിറ്റബിൾസിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസിന്റെ പേര് തറോ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റീസ് തരുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഒരറ്റത്തുനിന്ന് തുടങ്ങാം. ക്യാബേജ്, അത് നമ്മളിപ്പോ നേരത്തെ കണ്ടു. ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? തക്കാളി. പിന്നെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരറ്റ് തന്നെയാണ്, അത് ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന സാധനമാണ്. ഡ്രം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുരിങ്ങക്കോല്. ഓക്കെ, ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മുളകിന്റെ ഒരു വലിയ സൈസ് സാധനത്തിനെയാണ് എന്ത് പറയുന്നത്? ക്യാപ്സിക്കം. ലേഡീസ് ഫിംഗർ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? വെണ്ടയ്ക്ക. പൊട്ടറ്റോ എന്താണ്? ഉരുളക്കിഴങ്ങ്. ബിറ്റർ ഗാർഡ് എന്താണ്? പാവയ്ക്ക. കോളിഫ്ലവർ, ഇതാണ് കോളിഫ്ലവർ. പിന്നെ ചില്ലി, ചില്ലി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, പച്ചമുളക്. ഒനിയൻ, ഒനിയൻ എന്ന് പറഞ്ഞാൽ സവാള. ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതനങ്ങ. ഓക്കെ, ഇവിടെ കുറച്ച് വെജിറ്റബിൾസിന്റെ പിക്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ഇതെല്ലാം കണ്ട് ഒന്നും കൂടെ മനസ്സിൽ തറവാക്കുക. തക്കാളി, ഇതിനെന്താ പറയാ? പംകിൻ. മത്തങ്ങ, മത്തങ്ങേനെ എന്താണ് പറയാ? പംകിൻ. ഇതെന്താണ്? ക്യാബേജ്. ഓക്കെ, ഇത് ബ്രിഞ്ചാൾ. ഇതെന്താണ്? കറി ലീവ്സ്. ഇതെന്താണ്? കോളിഫ്ലവർ. ഇതെന്താണ്? വെണ്ടയ്ക്ക അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ. അപ്പൊ കൂട്ടുകാർ കുറെ വെജിറ്റബിൾസിന്റെ പേര് നല്ല തറവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് തരുന്നത്. അപ്പൊ കൂട്ടുകാർ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. അടുത്ത് നോക്കിയാലോ. ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ സെക്കൻഡ് ബാസ്കറ്റ് ബി ഇൻക്ലൂഡഡ്? അപ്പൊ സെക്കൻഡ് ബാസ്കറ്റിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട്? ജാക്ക് ഫ്രൂട്ടും മാംഗോയും. ജാക്ക് ഫ്രൂട്ടും മാംഗോയും എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് മോർ ഫ്രൂട്ട്സ്. അപ്പൊ കുറെ ഫ്രൂട്ട്സിന്റെ പേര്, ജാക്ക് ഫ്രൂട്ട്, മാംഗോ അല്ലാതെ വേറെ കുറെ ഫ്രൂട്ട്സിന്റെ പേര് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാർക്ക് എന്താണ്? ഈസി ആയിട്ട് കണ്ട് മനസ്സിലാക്കി അതിന്റെ പേരും പഠിക്കാം, അതെന്താ സാധനം എന്നും പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതെന്താണ് കൂട്ടുകാരെ? ആപ്പിൾ. APPLE, ആപ്പിൾ. പിന്നെ ഇതെന്താ? ഓറഞ്ച്. ഓക്കെ, ഇതെന്താണ്? പൈനാപ്പിൾ. ഓക്കെ, ഇതെന്താണ്? ബനാന. ഇതെന്താണ്? ഗ്രേപ്സ്. ബ്ലാക്ക് ഗ്രേപ്സും ഉണ്ട്, ഗ്രീൻ ഗ്രേപ്സും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് ഗ്രേപ്സ്. പപ്പായ. ഓക്കെ, വത്തക്ക. വത്തക്കേനെ എന്താ പറയാ? വാട്ടർമിലൻ. അത് കട്ട് ചെയ്ത പീസാണ് ഇവിടെ കാണുന്നത്, വാട്ടർമിലൻ. പിന്നെ കിവി, 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 കിവി പഴം. പിന്നെ ഇതെന്താ? മസ്ക് മെലൻ. ഈ വത്തക്ക പോലത്തെ വേറൊരു വെറൈറ്റിയാണ് മസ്ക് മെലൻ. ഇതെന്താണ്? പോമഗ്രാനറ്റ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർ കുറച്ചും കൂടെ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സിന്റെ നെയിംസ് പഠിച്ചില്ലേ? ഒന്നും കൂടെ നമുക്ക് സ്പീഡിൽ നോക്കാം. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, ബനാന, ഗ്രേപ്സ്, പപ്പായ, വാട്ടർമെലൻ, കിവി, മസ്മെലൻ ആൻഡ് പോമഗ്രാനറ്റ്. അപ്പൊ കൂട്ടുകാരിപ്പോ എന്താണ്? കുറെ വെജിറ്റബിൾസിന്റെ പേരും അധികം പഠിച്ചു, ഫ്രൂട്ട്സിന്റെ പേരും കൂടുതൽ പഠിച്ചു. ഓക്കെ, ഇത് ലൈഫ് ലോങ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അടുത്ത നോക്കിയാലോ. Have you noticed how a pineapple has been turned into a bird? കണ്ടോ? കൂട്ടുകാർ ശ്രദ്ധിച്ചോ? ഒരു പൈനാപ്പിൾ എങ്ങനെയാണ് ഒരു പക്ഷിയായി മാറിയത്?
Which are the fruits and vegetables in the figure of this bird? ഈ ബേർഡിന്റെ ഫിഗറിൽ എത്ര വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടെന്നാണ് കൂട്ടുകാരോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, എത്ര വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. തലേന്ന് തുടങ്ങാം. ഇതെന്താണ്? പംകിൻ, മത്തങ്ങ. അതിന്റെ കണ്ണുകളായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ടൊമാറ്റോ, തക്കാളി. അതിന്റെ ബീക്ക് അല്ലെങ്കിൽ ചുണ്ടായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? ക്യാരറ്റ്. പിന്നെ അതിന്റെ ചിറകുകളായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? വാട്ടർമെലന്റെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ അതിന്റെ ബോഡി ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ബോഡിയും ടെയിൽ ഭാഗമായിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? പൈനാപ്പിൾ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ് ലൈക്ക് ദിസ് യൂസിങ് ഫ്രൂട്ട്സ്. അപ്പൊ ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യണം? കൂട്ടുകാരുടെ പുസ്തകത്തിൽ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. ചിത്രം വരച്ചിട്ട് കളർ ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം കൂട്ടുകാർക്ക് എക്സാമ്പിൾ ആയിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് കൂട്ടുകാർ നോക്കിക്കേ. നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇത് ബ്ലൂബെറി ഉണ്ട്. ഇത് കിവിന്റെ പീസ് കട്ട് ചെയ്ത് വെച്ചാണ്. ഇതെന്താ? മൊത്തത്തില് ഓറഞ്ച് ആണ്. ഇതെന്താണ്? കണ്ണുകളായിട്ട് ബ്ലൂബെറീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വായയായിട്ട് പോമഗ്രാനറ്റ് കൊടുത്തിട്ടുണ്ട്. ബോഡി എന്താണ്? കിവി പീസസ് വെച്ചിട്ടുണ്ട്. കാലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു പിക്ചർ. അടുത്ത പിക്ചറിൽ നമുക്ക് നോക്കിയാലോ. ചുറ്റും എന്ത് വെച്ചിട്ടുണ്ട്? സിംഹത്തിന്റെ ചുറ്റും എന്ത് വെച്ചിട്ടുണ്ട്? ഓറഞ്ച് വെച്ചിട്ടുണ്ട്. മുഖത്ത് എന്ത് വെച്ചിട്ടുണ്ട്? പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ചെവിയായിട്ട് ബനാന വെച്ചിട്ടുണ്ട്. കണ്ണിന്റെ അവിടെയും ബനാനയും അതിന്റെ മേലെ ബ്ലൂബെറീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്ട്രോബെറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിവിന്റെ ഇത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളാകൊണ്ട് ഇത് 2 പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ കൂട്ടുകാർക്ക് സ്വന്തമായിട്ടും ഓരോരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഓരോരോ ആനിമൽസിനെ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്സിൽ വരച്ച് അത് കളർ ചെയ്യണം. ഓക്കെ, അടുത്തത് നോക്കിയാലോ കൂട്ടുകാരെ. Didn't you see the food items in the third basket? Third basketൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ കണ്ടത്? മിൽക്ക്, ഫിഷ്, മീറ്റ്. ഓക്കെ, what other food items do you know which we get from animal source? Animal നാട്ടോ ഇവിടെ ഈ പിക്ചർ വന്നുകൊണ്ട് എല്ല് കാണാത്തയാണ്. ആനിമൽ സോഴ്സ് എന്ന് വരുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോഴിയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? എഗ് ഒരു ഫുഡ് ഐറ്റം ആണ്. ഓക്കെ, നമ്മൾ ഓംലെറ്റ്, ബുൾസേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എഗ്, മുട്ട. പിന്നെ ഹണിയിൽ നിന്ന് ഹണിബിയിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഹണി കിട്ടും, തേൻ കിട്ടും. ഹണിബി എന്ത് ചെയ്യും? ഓരോരോ പൂവിലും പോയിട്ട് അതിലുള്ള തേന് കളക്ട് ചെയ്ത് ഹണി ഹൈവിൽ, ഓക്കെ, ബീ ഹൈവിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ അത് മെച്ചറായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നാച്ചുറൽ ഹണി കിട്ടുന്നത്. പിന്നെ പശുവിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫുഡ് സോഴ്സ് ആയിട്ട് മിൽക്കാണ് കിട്ടുന്നത്. അപ്പൊ ഡിഫറെന്റ്. പിന്നെ ഈ ചിക്കനിൽ നിന്ന് ചിക്കൻ കിട്ടുന്നുണ്ട്, ചിക്കൻ മീറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് വേരിയസ് ഫുഡ് ഐറ്റംസ് ഗെറ്റിംഗ് ഫ്രം ഡിഫറെന്റ് ആനിമൽ സോഴ്സ്. ഓക്കെ, അടുത്ത നോക്കിയാലോ. ഇൻ വിച്ച് കാറ്റഗറി ഡു ദ ഫുഡ് ഐറ്റംസ് ഇൻ ദ ഫോർത്ത് ബാസ്കറ്റ് ബിലോങ് ടു? ഫോർത്ത് ബാസ്കറ്റിൽ എന്തൊക്കെയുണ്ട്? കൊളക്കേഷ്യ ഉണ്ട്. കൊളക്കേഷ്യ, യാം ആൻഡ് ടാപ്പിയോക്ക, 3 സാധനങ്ങളാണ് ഫോർത്ത് ബാസ്കറ്റിലുള്ളത്. അപ്പൊ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊളക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേന, ഇവിടെ കാണുന്നതാണ് ചേന. സോറി, കൊളക്കേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പാണ് കേട്ടോ. സോറി കൂട്ടുകാരെ, കൊളക്കേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പാണ്. യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചേനയാണ്. ടാപ്പിയോക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കപ്പയാണ്. കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? മണ്ണിന്റെ അടിയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എന്താണ് നമ്മൾ പറയുക? ട്യൂബേഴ്സ്. ഓക്കെ, മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയും? ട്യൂബേഴ്സ് എന്ന് പറയും. അപ്പൊ നോക്കിക്കോ, ട്യൂബേഴ്സ്. I grow underground and belong to the tuber family. ഞാൻ മണ്ണിന്റെ അടിയിലാണ് വളരുക. അപ്പൊ ഞങ്ങൾ ഏത് ഫാമിലിയിൽ പെടുന്ന ആൾക്കാരാണ്? ട്യൂബർ ഫാമിലി. ഓക്കെ, അടുത്ത് നോക്കിയാലോ. What are the types of tubers grown in your area? നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഏതൊക്കെ തരം ട്യൂബേഴ്സ്, മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങുകളാണ് വളർത്തുന്നതെന്ന്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ വീടിനടുത്ത് കപ്പ നട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടോ? ഇതൊക്കെ മണ്ണിന്റെ അടിയിൽ വളരുന്നതാണ്. അപ്പൊ എക്സാമ്പിൾസ് നോക്കിയാലോ. യാം എന്ന് പറഞ്ഞാൽ ചേന, സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്,
ടാപ്പിയോക്ക, കപ്പ, പിന്നെ യാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. Which category of food items are there in the fifth basket? Fifth ബാസ്ക്കറ്റിൽ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഉണ്ടായിരുന്നത്? പൾസസ് ആണ് ഉണ്ടായിരുന്നത്. What are the pulses that we use as food? അപ്പം നമ്മൾ ഏതൊക്കെ പൾസസ് ആണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് റൈറ്റ് ദം ഡൗൺ, അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബീൻസ്, ഓക്കെ, ഇതാണ്. വലിയ ബീൻസും ഉണ്ടാവും, ചെറിയ ബീൻസും ഉണ്ടാവും. ഇതൊക്കെ ബീൻസിൽ പെടുന്ന ഐറ്റംസ് ആണ്. ബീൻസ്. ഗ്രീൻ ഗ്രാം, ഗ്രീൻ ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപയർ. ബ്ലാക്ക് ഗ്രാം, ഓക്കെ, ഇതാണ് ബ്ലാക്ക്, ഉഴുന്നുപരിപ്പ്, ബ്ലാക്ക് ഗ്രാം. പിന്നെ ചിക്ക് പീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചിക്ക് പീസ്, ഓക്കെ, വെള്ളക്കടലയാണ് ചിക്ക് പീസ്. ഇനി സിറിയൽസ്. വാട്ട് ആർ the food items in the sixth basket? Sixth basket ഉള്ള ഏതാണ്? cereals ആണ്. What dishes do you know that are made using these items? Complete the words ആണ്. അപ്പം രണ്ട് എണ്ണം കൊടുത്തിട്ടുണ്ട്, റൈസും ഉണ്ട് വീറ്റും ഉണ്ട്, ഓക്കെ. അപ്പൊ ഈ രണ്ട് സീരിയൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാന്ന് കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. റൈസ് വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞാൽ ചോറ്, എഗ് റൈസ്, മുട്ടച്ചോറ്, ചോറില് മുട്ടയും തക്കാളിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതിനാണ് എഗ് റൈസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് നമ്മൾ പറഞ്ഞില്ലേ, ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ. പിന്നെ ബിരിയാണി, പിന്നെ ദോശേൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ, ഇഡ്ഡലിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ, സ്റ്റീം കേക്ക്, പുട്ടുണ്ടാക്കാനൊക്കെ ഈ റൈസ് അരച്ചിട്ട് അതിൻ്റെ പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവും? ഗോതമ്പ് ദോശ ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും, പിന്നെ ഓരോരോ സ്നാക്ക് ഐറ്റംസ് ഉണ്ടാക്കും, ഓക്കെ. അടുത്ത് നോക്കിയാലോ കൂട്ടുകാരെ. മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളെയാണ് എന്ത് പറയുന്നത്? മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. റാഗി എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ റാഗി തരി വെച്ചിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ മുത്താറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, മുത്താറി കുറുക്ക്. അപ്പൊ റാഗി. ഫിംഗർ മില്ലറ്റ്, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ഇതാണ് തെന എന്ന് പറയുന്നത്. ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചാമ. അപ്പൊ ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ് റാഗി, തിന, ചാമ എന്ന് പറയുന്നതൊക്കെ. These are included in the category of millets. Find out the details of other millets. വേറെ ഏതൊക്കെ millets ആണ് ഉള്ളതെന്ന്. പേൾ മില്ലറ്റ് ഉണ്ട്, ബജ്ര, സ്വർഗം, ജോവർ എന്ന് പറയുന്നത്, ഓക്കെ. Do you know about the dishes prepared with millets? മില്ലറ്റ്സ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡിഷസ് ഏതൊക്കെയാണ്? റാഗിപ്പുട്ട്, ചാമ ഉപ്മ, തിന ഉപ്മ, തിന പായസം, ഓക്കെ. മുള അരി പായസം എന്നൊക്കെ കേട്ടിട്ടില്ല, അതേപോലെ തിന പായസം, ഓക്കെ. ആർ മില്ലറ്റ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? ഈ ചെറുധാന്യങ്ങൾ നിങ്ങളുടെ വീടിലെ വയലുകളിലൊക്കെ വളർത്തുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ കൂട്ടുകാരൊക്കെ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഫൈൻഡ് ഔട്ട്. ഇടമാലിക്കുടി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഈസ് ദ ഓൺലി ട്രൈബൽ പഞ്ചായത്ത് ഇൻ കേരള. ഇടമാലിക്കുടി എന്ന് പറയുന്നത് ഒരു ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഒരു പഞ്ചായത്താണ്. എവിടെ? കേരളത്തിലുള്ള ഒരു പഞ്ചായത്താണ്. കോരങ്കട്ടി is a dish prepared by the residents by making pudding from the finger millet. Finger millet എന്ന് പറയുന്നത് എന്താണ്? റാഗി പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന കോരങ്കട്ടി എന്ന് പറയുന്ന സാധനം എന്താണ്? ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ഇടമാലിക്കുടിയിലെ ആൾക്കാർ മാത്രം ഉണ്ടാക്കുന്ന, ട്രൈബലിലെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കൊരങ്കട്ടി, ഓക്കെ. കൊരങ്കട്ടി. Expand the list below by finding more food items in each category like fruits, vegetables and grains. അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ സാധനങ്ങളും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഗ്രെയിൻസിൽ ധാന്യങ്ങളിൽ എന്തൊക്കെ പെടും? ധാന്യങ്ങളും ഉണ്ട്, ചെറുധാന്യങ്ങളും ഉണ്ട്, ഓക്കെ. അപ്പൊ ധാന്യങ്ങളിൽ ഏതൊക്കെ പെടും? റൈസ്, വീറ്റ്, ബാർലി, ഓട്സ്, കോൺ, ഓക്കെ. ട്യൂബേഴ്സ് എന്താണ്? മണ്ണിന്റെ അടിയിൽ വളരുന്നതാണ്. യാം, കൊളക്കേഷ്യ, ടാപ്പിയോക്ക. ഇവിടെ യാം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൾസസിൽ എന്തൊക്കെയാണ് വരുന്നത്? ബീൻസ്, ചിക്ക് പീസ്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, അങ്ങനെയൊക്കെയാണ് പൾസസിൽ പെടുക. വെജിറ്റബിൾസ് ഏതൊക്കെയാ? ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ചീര,
ടൊമാറ്റോ, കാബേജ്, ബ്രിഞ്ചാൾ, ഒനിയൻ, ക്യാരറ്റ്. ഇനി ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിലെ കൂട്ടുകാരെന്നെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് പഠിച്ചായിരുന്നല്ലോ. ഇപ്പൊ നോക്കിയേ, ഗോവ എന്ന് പറഞ്ഞാൽ പേരയ്ക്ക, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, കിവി, ഗ്രേപ്സ്, പ്ലം. പിന്നെ ആനിമൽ സോഴ്സ് കിട്ടുന്ന എന്താണ്? മിൽക്ക്, മീറ്റ്, ഹണി, എഗ്. ഇവിടെ എഗ്ഗും കൂടെ കൂട്ടുകാർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് നോക്കിയാലോ കൂട്ടുകാരെ. അടുത്തത് ഹെൽത്ത് ആൻഡ് ഫുഡ്, ആരോഗ്യവും ഭക്ഷണവും. Why should we include food from different categories in our diet? അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറീസിൽ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? വെജിറ്റബിൾസ് പഠിച്ചു, ഫ്രൂട്ട്സ് പഠിച്ചു, പൾസസ് പഠിച്ചു, ഗ്രെയിൻസ് പഠിച്ചു. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ്സ് പഠിച്ചു. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ നിന്ന്, ഓരോ കാറ്റഗറീസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ കാറ്റഗറീസിൽ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്കിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാലോ. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കും. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസ്, ഓക്കെ, നമ്മുടെ അസുഖങ്ങൾ തടയാൻ സഹായിക്കും. ഗെറ്റ് എനർജി ടു ഡു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും. ഹെൽപ്സ് ഗെറ്റിംഗ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഇൻ ദ ബോഡി, നമ്മുടെ ബോഡിക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മിനറൽസും നമുക്ക് ഇതേപോലെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിലെ ഫുഡ് മാത്രം, ഞാൻ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻസും മിനറൽസും കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടുകാർ കഴിക്കുമ്പോൾ എല്ലാ കാറ്റഗറീസിലും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, പൾസസ്, പിന്നെ ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ്, അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസ് കിട്ടിയാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. ഓക്കെ, ലെറ്റ്സ് ഡ്രോ ദ പാത്ത് ഫ്രം ദ ഫുഡ് ഐറ്റംസ് ത്രൂ ദ ബലൂൺ yarn. You can reach the balloon listed with the health benefits too of those food. ഓക്കെ, അപ്പം നമുക്കിവിടെ ഡോട്ട് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? യോജിപ്പിച്ച് നോക്കിയിട്ട് ഓരോ ഫുഡ് ഐറ്റംസ് എന്ത് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് തരുന്നതെന്ന് കൂട്ടുകാർക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? നമുക്ക് വിവിധ തരം അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ആരാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അടുത്ത് നോക്കിയാലോ. പൾസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്. പൾസസ് പയറുവർഗ്ഗങ്ങളും അതേപോലെ ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സാധനങ്ങളാണ് എന്തൊക്കെ? പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാലോ. സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. സീരിയൽസും ട്യൂബേഴ്സും മണ്ണിൻ്റെ അടിയിൽ വളരുന്നതും സീരിയൽസ് നമുക്ക് എന്താണ് നമുക്ക് തരുന്നത് നോക്കിയാലോ കൂട്ടുകാരെ. ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, നമുക്ക് ഓരോരോ വിവിധ തരം പണികൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് നമുക്ക് തരുന്നത് ആരാണ്? സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫോർമേഷൻ വി ഹാവ് ഗാദർഡ്. അപ്പം നമുക്ക് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ എന്ത് പഠിച്ചു? എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് ആണോ ഓരോരോ കാറ്റഗറീസ് ഓഫ് ഫുഡ് കഴിച്ചാൽ കിട്ടുക നമ്മളിപ്പോൾ പഠിച്ചു. അപ്പം നമുക്ക് നോക്കാം. സീരിയൽസ് കഴിച്ചാൽ എന്താണ് കിട്ടുക? ഹെൽപ്സ് ഗിവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. ട്യൂബേഴ്സും അതേപോലെ തന്നെയാണ്, സ്ട്രെങ്ത് ആണ്, സ്ട്രെങ്ത് ടു ഡു വർക്ക്. വെജിറ്റബിൾസ് എന്താണ്? നമ്മളെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഹെൽപ്സ് പ്രിവെന്റ് ഡിസീസസ്. ഫ്രൂട്ട്സും അത് തന്നെ, ഹെൽപ്സ് പ്രിവെന്റ് ഡിസീസസ്. പൾസസ് എന്താണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നതാണ് പൾസസ്. ആൻഡ് ദ ആനിമൽ സോഴ്സ് എന്ന് വരുന്ന എല്ലാം, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, ഇവരൊക്കെ എന്താണ്? നമ്മുടെ വളർച്ചേനെയാണ് സഹായിക്കുന്നത്. ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡി. അപ്പം നമ്മൾ ഇതേപോലെ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് കഴിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും അതേപോലെ വിവിധ തരം അസുഖങ്ങളിൽ നിന്ന് നമ്മളെ തടയാനും സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഒരു കാറ്റഗറിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഓക്കെ, അടുത്ത് നോക്കിയാലോ കൂട്ടുകാരെ. ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ. നിങ്ങൾ ഓയിലിൽ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്താണ്? ഓയിലിൽ കുക്ക് ചെയ്ത ഫുഡാണ് നമ്മൾ ഭൂരിഭാഗവും
കഴിക്കാറ്. വാട്ട് ആർ ദേ? ഓയിലിൽ കുക്ക് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ഏത് കറി ഉണ്ടാക്കുവാണെങ്കിലും അതൊന്ന് താളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഉപയോഗിക്കും. അതേപോലെ ബിരിയാണിയിലെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യും. ഫ്രൈഡ് റൈസിലെ എണ്ണ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യും. ചപ്പാത്തി ഉണ്ടാക്കാൻ, ദോശ ഉണ്ടാക്കാൻ, പൂരി ഉണ്ടാക്കാൻ, അങ്ങനെ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യും? എണ്ണ യൂസ് ചെയ്യും. എണ്ണ ഇല്ലാതെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിയേ. എണ്ണ ഇല്ലാതെ നമ്മൾ കഴിക്കുന്നത്, ആവിയിൽ കഴിക്കുന്ന സാധനങ്ങൾ ഏതാ? ഇഡ്ഡലി എന്താണ്? ആവിയിൽ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ പുട്ട് ആവിയിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ആവിയിൽ കുക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഡോക്ടർ എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലോ കൂട്ടുകാരെ. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗിവ്സ് അസ് എനർജി ടു ഡു വർക്ക്. അപ്പോൾ എന്താണ് ഫാറ്റ്? എഡിബിൾ ഓയിൽ നിന്ന് കിട്ടുന്ന എന്താണ്? നല്ല ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജിയാണ്. ബട്ട് എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽ വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി മാറും. കൂടുതൽ നമ്മൾ എണ്ണ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് അടിഞ്ഞ് കൊഴുപ്പായിട്ട് മാറും. ആ കൊഴുപ്പ് പിന്നെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കും? കൊളസ്ട്രോൾ ഉണ്ടാക്കും. അതേപോലെ ബ്ലഡിൻ്റെ ഫ്ലോ തടയും. ഈ കൊഴുപ്പ് അടിഞ്ഞു ചേർന്ന് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കില്ല. ഓക്കെ, അപ്പോൾ അധികം നമ്മൾ എന്ത് ചെയ്യരുത്? ഓയിൽ യൂസ് ചെയ്യരുത്. ദിസ് മേ ലീഡ്സ് ടു വേരിയസ് ഡിസീസസ്. എന്താണ്? വേറെ വേറെ അസുഖങ്ങൾ ഉണ്ടാകും. Therefore, eating fried food products should be reduced as much as possible. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? ഈ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കുന്നത്, മീൻ വറുക്കുന്നത്, അതേപോലെ ബിരിയാണി, ഫ്രൈഡ് റൈസിലൊക്കെ നല്ലോണം, അതേപോലെ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന ഒരു സാധനമാണ് പൂരി. ഓക്കെ, അതൊക്കെ എണ്ണ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് അളവ് കുറയ്ക്കുക. കഴിക്കണ്ടെന്നല്ല, അളവ് കുറയ്ക്കുക. ഇത് ഫാറ്റ് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ അത് കൊഴുപ്പായിട്ട് അവിടെ ഇവിടെയും അടിഞ്ഞുകൂടും. ഓക്കെ, അത് ഒബേസിറ്റിയിലേക്ക് കാരണമാകും. അല്ലെങ്കിൽ കൊളസ്ട്രോൾ, നമ്മുടെ ബ്ലഡ് ഫ്ലോ തടയാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കൂട്ടുകാർ എപ്പോഴും എന്ത് ചെയ്യണം? എണ്ണ കുറവുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എണ്ണ കുറച്ച് ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അമ്മമാരോടും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അടുത്ത് നോക്കിയാലോ. ഡ്രിങ്കിങ് വാട്ടർ. കൂട്ടുകാരൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാറുണ്ടോ? മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ മടിയുള്ളവരുണ്ടോ? നമുക്ക് നോക്കിയാലോ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് ഇൻ എ ഡേ? ഒരു ദിവസം നിങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൂട്ടുകാർ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ദിവസം? നന്നായിട്ട് വെള്ളം കുടിക്കണം. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses ഓഫ് വാട്ടർ. അപ്പോൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 6 മുതൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം. ദിസ് മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വി ഡു. അപ്പോൾ നമ്മൾ കൂടുതൽ ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ശരീരം കൂടുതൽ വെള്ളം ആവശ്യപ്പെടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അപ്പം നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. ഹെൽത്ത് കാർഡിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ എ ഹെൽത്തി ലൈഫ്. എന്താണ് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ്? നല്ല ഫുഡും അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് നമ്മുടെ നല്ലൊരു ആരോഗ്യപരമായ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് വൺ ഈച്ച് ഡേ ഓഫ് എ പാസ്റ്റ് വീക്ക് ഇൻ ദ ടേബിൾ ബിലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 1 വീക്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് ഇങ്ങനെ നോട്ട് ചെയ്ത് പോകണം. അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത് നോക്കാം. കൂട്ടുകാർ ഫസ്റ്റ് എന്ത് ചെയ്യണം? അവരവരുടെ പേര് നെയിമിൻ്റെ അവിടെ എഴുതണം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് എഴുതണം. ഏത് ഡിവിഷനിലാണെന്ന് എഴുതണം. പിന്നെ കൂട്ടുകാർ സ്കൂളിൽ തന്നെ ഹൈറ്റും വെയിറ്റും നോക്കാനുള്ളതൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ഹൈറ്റും വെയിറ്റും സ്കൂളിൽ നിന്ന് നോക്കിയിട്ട് ഇതിൽ നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ കൂട്ടുകാർ എന്തൊക്കെ കഴിച്ചു എന്ന് ഇവിടെ എഴുതുക. സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ ഓരോരോ വീക്കും കൂട്ടുകാർ എന്തൊക്കെ കഴിച്ചു എന്ന് ഈ കാർഡിൽ ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റും ഇതേപോലെ ഫില്ല് ചെയ്യുക. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ദ ഹാൻഡ്സ് ആൻഡ് ഫേസസ് തറലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്.
നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ. പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്മെന്റ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഗ്രൗണ്ടിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഡിഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാന്റിംഗ് ആൻഡ് വാട്ടറിംഗ് വെജിറ്റബിൾസ്. എന്താണ് വെള്ളം നനയ്ക്കുന്ന, പ്ലാന്റ്സിന് വെള്ളം നനയ്ക്കുക അല്ലെങ്കിൽ വെജിറ്റബിൾസിന് വെള്ളം നനയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക, നോ ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഹെൽത്ത് കാർഡ് ഫുൾ ഫിനിഷ് ചെയ്യണം. ഓക്കെ. അപ്പം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്? ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന യൂണിറ്റ് 5 ആണ് പഠിച്ചത്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഗ്രെയിൻസ്, ട്യൂബേഴ്സ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? പ്രോപ്പർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. പൾസസ്, മിൽക്ക്, മീറ്റ്, ഫിഷസ് ഒക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് പ്രോപ്പർ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സിരിയൽസ് ആൻഡ് ട്യൂബേഴ്സ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് തരാൻ വേണ്ടിയിട്ടാണ്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്. ഞാൻ ആദ്യം കുറച്ച് തെറ്റി പറഞ്ഞു, പക്ഷേ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്തിനാണ്? നമ്മൾ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ വേറെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. എത്ര ഗ്ലാസോളം കുടിക്കണം? 6 to 8 ഗ്ലാസോളം വെള്ളം നമ്മൾ ദിവസം കുടിച്ചിരിക്കണം. ഓക്കെ. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയും എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ ഭക്ഷണത്തിന് മുൻപും പിൻപും കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.